ബിജുചേട്ടാ നമസ്കാരം. മമതയ്ക്ക് ഒരു മുട്ടം പണി കിട്ടിയിരിക്കുകയാണ്. ബിജുചേട്ടൻ അറിഞ്ഞാണുമല്ലോ. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വലിയൊരു പ്രസ്താവന ഇറക്കുന്നു. അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടെ അഭയം കൊടുക്കുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബംഗ്ലാദേശ് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, അത് പറയാൻ നിങ്ങൾ ആരാണെന്നാണ് മമതാ ബാനർജിയോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആളാവാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മമതാ ബാനർജിക്ക് ഇവിടെയുള്ള കേന്ദ്ര നേതൃത്വമോ കേന്ദ്ര സർക്കാരോ ഒന്നും മറുപടി കൊടുത്തിട്ടില്ല. ബി വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനൊരു കാര്യമുണ്ട്. കാരണം കേന്ദ്രം ഇതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. മമത എന്തോ പറഞ്ഞുകൊണ്ട് പോകുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. കേന്ദ്രം തിരിച്ച് മറുപടി കൊടുത്താൽ അത് വലിയ വാർത്തയാകും. അപ്പോ ഇത് ഇങ്ങനെ ഒരു സംഭവം മമതാ ബാനർജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മമത ഒരു ലൈം ലൈറ്റിലോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് മമതാ ബാനർജിക്ക് ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള ഒരു മറുപടി കൊടുക്കാനുള്ള കാരണം? പോരാത്തതിന് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്താം. അതായത് മമതാ ബാനർജി മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള പല ആൾക്കാർ ഇപ്പൊ വിദേശകാര്യ വകുപ്പ് നമ്മുടെ കേരളത്തിന്റെ സമാന്തരമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. പത്മശ്രീക്ക് പകരം കേരളശ്രീ വിദേശകാര്യ വകുപ്പ്. പിന്നെ ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ ബിജെപിന് അറിയാലോ, UAE-ന്ന് 700 കോടി രൂപ ഷേക്ക് നമുക്ക് കൊണ്ടുതരും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്? സംസ്ഥാനങ്ങളല്ല, ഈ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്താണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്? പക്ഷെ അതെല്ലാം അടുത്ത ദിവസം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ല, മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെന്റിന് രണ്ട് ആംഗിൾ ഉണ്ട്. ഒന്ന്, ഈ മുൻപ് ഉം. അവിടെ ഭരിച്ചിരുന്ന CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഭരണാധികാരികളും ഒക്കെ ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വരുന്നവരെ ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ കുടിയിരുത്തുകയും അവർക്ക് വോട്ടേഴ്സ് ID കാർഡ് ഉൾപ്പെടെ കൊടുത്ത് പൗരന്മാരാക്കുകയും ചെയ്തു. അതിന്റെ ഒരു തിക്തഫലമാണ് ഇപ്പോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 6ഓളം ജില്ലകളില് ഈ റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ള കടന്നുകയറ്റക്കാരെ കൊണ്ട് അവിടെ ഇപ്പൊ അവർ ഭൂരിപക്ഷമാണ് 6 ജില്ലകളിൽ. 6 ജില്ലകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര നിയമസഭാ മണ്ഡലം വരുന്നു എന്ന് കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഈ അതിനുശേഷം വന്നിട്ട് ഈ അതിർത്തിയിൽ ഈ മമതയുടെ ഇത് കണക്കുള്ള ഒരു രീതിക്ക് തടയിട്ടുകൊണ്ടായിരുന്നു ഈ BSF-ന്റെ ഒരു പുതിയ നിയമം അമിത്ഷാ 2019 പാസ്സാക്കിയായിരുന്നു. അതായത് ഈ അതിർത്തി സംസ്ഥാനങ്ങളില് BSF-ന് കുറച്ചുകൂടെ അധികാരം കൊടുത്തു. കാരണം അവർക്ക് ഈ അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ അകത്തേക്ക് വന്ന് അന്വേഷണം നടത്താനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു അവകാശമായിരുന്നു. അതായത് അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ അകത്തേക്ക് വന്നു. അതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ സംസ്ഥാന നേതാവും ഈ മമതാ ബാനർജിയാണ്. പഞ്ചാബൊക്കെ പ്രതിഷേധം ഉയർത്തിയെങ്കിൽ പോലും മമതാ ബാനർജിയാണ് വലിയ പ്രതിഷേധം. കാരണം ഈ അതിർത്തിയിൽ നിന്ന് മാറി അകത്തേക്ക് 50 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ക്രിമിനൽസിനൊക്കെ പെട്ടെന്ന് തന്നെ BSF-ന് പൊക്കാൻ പറ്റുന്ന സാഹചര്യം. ഇവിടെയാണ് ഈ മമതാ ബാനർജി ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു തരത്തില് ഇതിനകത്ത് ഇതിന് രണ്ട് ആംഗിൾ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഈ പഴയകാല അനുഭവം ഉം. വെച്ചിട്ട് ഈ ബംഗ്ലാദേശിൽ കിടക്കുന്ന ഈ അങ്ങനെയുള്ള ഭീകരന്മാരോ ഇല്ലെങ്കിൽ ഭീകര സംഘടനയുടെ ആൾക്കാരോ ഇല്ലെങ്കിൽ ഈ റോഹിംഗ്യ മുസ്ലിം ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ചെറിയ പ്രതീക്ഷ കിട്ടും. കാരണം മുൻപ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, മുൻപ് അവിടുന്ന് വന്നവരെ സ്വീകരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കും. പക്ഷെ നമ്മുടെ ഈ രാജ്യത്ത് പല സംസ്ഥാനത്തിലെ ഭരണാധികാരികളും നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ UAE-യുമായിട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു, UAE നമ്മൾ സഹായം, അങ്ങനെ കുറെ വിടുവാത്തരങ്ങൾ പറയും. അതായത് എന്തെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ ഏതെങ്കിലും ഈ ഇന്ത്യക്കാർ ഏതെങ്കിലുമൊക്കെ അപകടത്തിൽ പെടുമ്പോഴത്തേനും ഞങ്ങൾ ഇതാ രക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാരണം ഇതൊരു രാജ്യമാണ്, എല്ലാ രാജ്യത്തിനും ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയുടെ സിസ്റ്റം അനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ഇപ്പൊ മമതാ ബാനർജി പറയാണ് ബംഗ്ലാദേശിലുള്ളവർ ഇവിടെ വരൂ ഞാൻ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ മമതയ്ക്ക് അത് പറയുന്നത് ഒരു നഷ്ടവും ഇല്ല, അവർക്ക് പറയാൻ കഴിയും. പക്ഷെ മമത പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിന് എന്തുകൊണ്ട് ബംഗ്ലാദേശ് ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ഇപ്പൊ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിക്കളയും. അതായത് അതുകൊണ്ടാണ് അവിടുത്തെ ഷേഖ് ഹസീന എടുത്തു വായിക്കുന്നത് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് പറഞ്ഞു. കേന്ദ്രം അതിൽ ഇടപെടാത്തത് ധനുഷ് നേരത്തെ പറയുന്നത്, കാരണം അത് വലിയൊരു കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും. എനിക്കത് ക്യൂബയിൽ നിന്ന് കോവിഡ് ഉണ്ടാക്കാൻ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ക്യൂബയ്ക്ക് ഇന്നും ഈ കോവിഡിന്റെ കോവിഡ് വാക്സിൻ വാക്സിൻ. കൊടുക്കുന്ന ഇന്ത്യയാണ്. കോവിഡ് വാക്സിൻ കൊടുക്കുന്ന ഇന്ത്യ ആണെന്നുള്ളതാണ്. നമ്മുടെ നമുക്കിപ്പോ അത് കേട്ട് കേട്ട് നമുക്ക് തഴമ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ എന്റെ മമതാ പൊന്നേട്ടാ, അന്ന് ബാനർജിയുടെ ഈ പറഞ്ഞിരുന്നോ, ക്യൂബയിൽ നിന്ന് 5 വാക്സിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ ക്യൂബയില്. അതെ അതെ അതിൽ 3 വാക്സിൻ എങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് എത്തും. കേന്ദ്രം വാക്സിൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോ അന്ന് തോമസ് ഐസക് പറഞ്ഞൊരു കാര്യമുണ്ട്, കേന്ദ്രം വാക്സിൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ക്യൂബയിൽ നിന്ന് നമ്മുടെ വാക്സിൻ എത്തും. കേന്ദ്രത്തിന്റെ വാക്സിൻ ആണെങ്കിൽ തരാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങൾ 2000 കോടി അങ്ങ് തന്നേക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, വാക്സിൻ തരൂ, കേരളം ഒരു 2 മാസത്തിനകം കോവിഡ് വിമുക്തമാകും എന്നൊക്കെയാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടിന്റെ അന്ന് തോമസ് ഐസക് കൈയും കാലിട്ട് അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഫ്രീ ആയിട്ട് വാക്സിൻ തരുന്നില്ല എന്ന് പറഞ്ഞു. തള്ളിനൊന്നും ഒരു കുറവുമില്ല. ധനുഷ്, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബറിന് ക്യൂബയിൽ പണി കിട്ടിയ ഒരു മലയാളി യൂട്യൂബറുണ്ട്, ഭയങ്കര ഫേമസ് യൂട്യൂബർ ബ്ലോഗറാണ്. അദ്ദേഹം സുജിത് അവിടെ ദത്തനോ? പോയിട്ട് അവിടുത്തെ ഒരു സൂപ്പർ അതെ അദ്ദേഹം അവിടെ പോയിട്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊന്നും ഇല്ല, പിച്ച ചട്ടി എടുത്തിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ കണ്ടു. നമ്മുടെ നാട്ടിലെ സഖാക്കളെല്ലാം കൂടെ അത് ക്യൂബൻ ഹൈക്കമ്മീഷനിലേക്ക് പരാതി അയക്കുകയും ഈ വ്യക്തിയെ ഈ ഉം. പറയുന്ന എന്താണ് ആ പേര്, എനിക്ക് പേര് കിട്ടുന്നില്ല, ആ സുജിത് ഭക്കർ, യൂട്യൂബർ സുജിത് ഭക്കർ. ആ ബ്ലോഗറെ ക്യൂബിൽ തടഞ്ഞു വെക്കുന്ന സ്ഥിതി കൂടെ ഉണ്ടായി.
അതായത് ദരിദ്ര നാരായണന്മാരായിട്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ രസം, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുമ്പ്, ഈ CPM നാട്ടിൽ മുഴുവൻ നടന്ന അരി ശേഖരിച്ചായിരുന്നു. എന്തിനാണെന്ന് അറിയാവോ അത്? ക്യൂബയിലെ പട്ടിണി ഉം. പാവങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അരി മേടിച്ചത്. അങ്ങനത്തെ ഒരു രാജ്യമാണ്. ആ രാജ്യം പുതിയ ഉം. വാക്സിൻ ഒക്കെ നിർമ്മിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞു, ഈ പുളു അടിക്കുന്നതിന് ഒരു പരിധിയും ഇല്ലാതെ നിന്ന് പറയുക. അല്ല, അതിന് ഈ സുജിത് നമുക്കൊരു ഭക്തന്റെ കാര്യം ശീലമായതുകൊണ്ട്. പറഞ്ഞത് കൊണ്ട് സുജിത് ഭക്തന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. അതായത് ഞാൻ അതില് ക്യൂബൻ സർക്കാരിന്റെ കൂടെ ഇവിടുത്തെ CPM-കാരുടെ കൂടെയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഈ സുജിത് ഭക്തൻ എന്ന് പറയുന്ന വ്ളോഗറെ ക്യൂബയുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അയാൾ അവിടെ ചെന്ന് കൊണ്ടുപോയതാണ്. ടൂറിസം പ്രൊമോട്ട് ഇവിടെ നിന്ന് ക്യൂബൻ സർക്കാർ, അയാൾ അതിനു മുമ്പേ വീഡിയോ ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഞാൻ ഇങ്ങനെ വലിയൊരു രാജ്യത്ത് പോകുന്നുണ്ട്, അവിടുത്തെ ഗവൺമെന്റ് ആണ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ കൊണ്ടുപോയി അവിടെ നിർത്തിയപ്പോ ഇയാൾക്ക് അവിടെ സ്വാഭാവികമായിട്ടും നല്ലതൊന്നും പറയാനില്ല. അവിടെ ചെന്ന് നിർത്തിയപ്പോ ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാല് ഈ ഇപ്പോഴും ഇവിടെയുള്ള ക്യൂബയിലുള്ള ആൾക്കാർ DVD റൈറ്റ് ചെയ്യുന്ന കാലത്താണ് നിൽക്കുന്നത്. നമ്മളൊക്കെ അവിടെ iCloud-ഉം മറ്റേ ആപ്പിൾ ക്ലൗഡും പിന്നെ ഡ്രൈവ് ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. പോരാത്തതിന് നടന്നു പോകുമ്പോ ഈ തല ഇങ്ങനെ പൊത്തി വെച്ചോളണം. കാരണം ഈ കോൺക്രീറ്റ് പാളികൾ ഇളകി തലയിലേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്. ബിൽഡിങ്ങുകൾ പോലും അത്തരത്തിലുള്ള അവസ്ഥയാണ്. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഇയാൾ പറയുന്നു സൂപ്പർ മാർക്കറ്റിലൊന്നും ഒന്നുമില്ല, ജനങ്ങളൊക്കെ ദുരിതത്തിലാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇയാൾ പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെയുള്ള CPM-കാരില് അല്ല സ്നേഹമുള്ള മലയാളി ആരോ അങ്ങനല്ല. വിളിച്ച് പറഞ്ഞു കൊടുത്തു. അല്ല, അങ്ങനല്ല. നിയമ നടപടി എടുത്തത് ശരി തന്നെയാണ്. കാരണം ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തെ ഉം. അപമാനിക്കുന്നത്, ഓക്കെ, അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഉം. ഞാൻ ആ ഒരു വിഷയമല്ല പറഞ്ഞത്. മനസ്സിലായി. അത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഒരു ദാരിദ്ര്യം ഉം. ഈ പറയുന്ന ബ്ലോഗർ അവിടെ കാണിച്ചു തന്നാണ്. അത് തന്നെയല്ല, നമുക്ക് തന്നെ അറിയാം. ധനുഷിന് ഓർമ്മയുണ്ടോന്ന് അറിയാം, നാട് മുഴുവൻ നടന്ന CPM അരി പിരിച്ചായിരുന്നു. ഒരു പിടി അരി തരണം എന്ന് പറഞ്ഞിട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് CPM പ്രതാപ കാലത്തേക്കുന്ന സമയം. ഇപ്പോഴത്തെ CPM അല്ല, അവർ ദേശീയ തലത്തിലേക്ക് അത്യാവശ്യം ഉണ്ട്. ഉം. അവർ വലിയ രീതിയിൽ പിരിവ് ഉം. നടത്തി. പിരിവ് നടത്തിയിട്ട് ഇവര് ക്യൂബയിൽ ഒന്ന് പട്ടിണിയാണ്, അതുകൊണ്ട് അവർക്ക് അരി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അരി അയച്ചു കൊടുത്തായിരുന്നു. പക്ഷെ അതിനകത്ത് വലിയൊരു രസമുണ്ട്. അതിനുശേഷം വന്ന ഒളിമ്പിക്സിൽ ഈ ക്യൂബൻ ഗുസ്തി താരങ്ങൾ നമ്മളെ തോപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് രസികനായ ഒരാൾ പറഞ്ഞത്, അവര് വെറുതെ പട്ടിണി കിടന്ന് കിടക്കായിരുന്നു. ഈ CPM അരി കൊടുത്തു കഴിഞ്ഞത് കണ്ട അവന്മാര് എഴുന്നേറ്റ് വന്ന് ഇന്ത്യക്കാർ ഇടിച്ചിട്ടു എന്ന് പറഞ്ഞു. എന്താ ബോക്സിംഗിൽ ക്യൂബ 1-ാം സ്ഥാനത്ത് വന്നപ്പോ പറഞ്ഞത്. അങ്ങനെയുള്ള തമാശകളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള പുളുവൊക്കെ അടിക്കുന്ന ആരും കേൾക്കില്ല. മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് വേറൊരു അർത്ഥമുള്ളത് കൊണ്ടാണ് അത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് എല്ലാവരും കണ്ടത്. കാരണം കാലാകാലങ്ങൾ CPM-ഉം മമതാ ബാനർജിയും ഒക്കെ ഇങ്ങനെ വരുന്നവർക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. ഷെയ്ഖ് ഹസീന അത് പറയാൻ കാരണം വെച്ചാൽ ഈ ബംഗ്ലാദേശിലുള്ള ബ്രാഹ്മൺസ് ഒരു വലിയ വിഭാഗം ഈ ബംഗ്ലാദേശിലുണ്ട്. മിക്കവാറും ഈ നവരാത്രി സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ വരുന്ന ഇവർക്കെതിരെയൊക്കെയാണ്. അപ്പൊ അത് കുറച്ചുകൂടി കലാപം കത്തിക്കാൻ ഇടയാക്കും മമതയുടെ സ്റ്റേറ്റ്മെന്റ്. അതിനിടയ്ക്ക് മമത ഒരു ഡയലോഗ് കൂടെ പറഞ്ഞായിരുന്നു. അതാണ് ഇതിലും വലിയ രസം. അതിന് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞു. കേന്ദ്രത്തിന്റെ മന്ത്രി പറഞ്ഞു. മമത പറഞ്ഞത്, ഞാൻ വേണ്ടി വന്നാൽ അവിടെ പോകുമെന്ന് പറഞ്ഞിരുന്നു. എവിടെയാ? ബംഗ്ലാദേശിൽ. അവിടെ പുറത്തിറങ്ങാൻ പോലും ആർക്കും പറ്റാതെ കർഫ്യൂ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ, എനിക്ക് ഏത് മന്ത്രിയാണെന്ന് പറയുന്നത്, കേന്ദ്രമന്ത്രി പറഞ്ഞു, മമത അങ്ങനെ പോവുകയാണെങ്കിൽ പോകാൻ അവർക്ക് അവകാശമുണ്ട്, എല്ലാ സഹായവും കേന്ദ്രം നൽകും, അങ്ങനെ ഒരു റിക്വസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഈ മമത അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ള കാര്യം ഇന്ത്യ പോലും അതിൽ ഇടപെടുന്നില്ല. സൂക്ഷിച്ച് ഇടപെടാൻ പറ്റുന്ന ഒരു വിഷയം. അവിടെ ഈ മമതാ ബാനർജി അവിടെ വെറുതെ പുളുവടിക്കണം. അവർക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അവർക്കൊരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉണ്ട് ബംഗാള്. അതിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പൊട്ടിക്കുക. നമുക്കും അറിയാം, ഈ വലിയ കർഫ്യൂ നടക്കുന്നു, അവിടെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു, കോൾസുകളൊന്നും പോകുന്നില്ല, വണ്ടിക്ക് ഓടാൻ പറ്റുന്നില്ല, തെരുവുകളിൽ നിന്ന് അവിടുത്തെ പ്രധാനമന്ത്രി പോലും വിദേശ പര്യടനം റദ്ദ് ചെയ്തുകൊണ്ട് അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ അവിടെ പോകും, അവിടെ ഉള്ളവരൊക്കെ സ്വീകരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും ഈ വിവരം അറിഞ്ഞാണതില്ല, അല്ലെങ്കിൽ ഇവിടെ താങ്ങിയേനെ, അവരിങ്ങോട്ട് പോരട്ടെ, നമുക്ക് സ്വീകരിക്കാം. വെറുതെ ഇത് പറയാൻ നല്ലത് നടക്കുന്ന ഒരു കാര്യമേ അല്ല ഇത്. പിന്നെ ആ സ്റ്റേറ്റ്മെന്റിന് മമത ആയതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് വന്നത്. നമ്മളിപ്പോ ചർച്ചയ്ക്ക് എടുക്കാൻ കാരണം ആ സ്റ്റേറ്റ്മെന്റിന് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള അവിടുത്തെ ഈ റോഹിംഗ്യകൾക്കും മറ്റുള്ളവർക്കും ഒക്കെ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് ഈ ബംഗാളിൽ. അതുകൊണ്ടാണ് അവിടുത്തെ, ഇല്ലെങ്കിൽ വേറെ ഏത് രാജ്യമായിരുന്നെങ്കിലും അതിനെ മൈൻഡ് ചെയ്യില്ലായിരുന്നു ഈ മമതയുടെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിന് വേറൊരു ആംഗിൾ ഉണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഏതായാലും നമുക്കിങ്ങനെ പുളുപടികൾ കേൾക്കാം എന്നുള്ളതല്ലാതെ ഇപ്പൊ ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് വലിയ വാർത്തയൊന്നും പിന്നീട് വന്നില്ല. ഈ ബംഗ്ലാദേശിൽ ഈ കലാപം നടക്കുകയാണ്. ചേട്ടാ, എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു സംശയമാണ്. അതിന് എനിക്ക് മറുപടി ഉണ്ട്, പക്ഷെ എങ്കിലും താങ്കളുടെ ഒരു ടേക്ക് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഈ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും തമ്മിൽ ഒരുപാട് അതിർത്തി വളരെ വലിയ രീതിയിലുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നും ഈ കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് ഇൻഫിൽട്രേഷൻ തടയാനായിട്ട് ഇന്ത്യ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദിയുടെ കാലത്തിന് ശേഷം? കാരണം ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം ശക്തമായിട്ട് ഉയർത്തുന്നുണ്ട്. ധനുഷ്, ഈ ബംഗ്ലാദേശിന് അതിർത്തി ബംഗാൾ മാത്രമല്ല, ത്രിപുരയുണ്ട്.
ആസാമുണ്ട്. അങ്ങനെ വളരെ നീണ്ടു കിടക്കുന്ന ഒരു അതിർത്തിയാണ്. നമ്മുടെ ഈ രാജ്യത്തിന്റെ അതിർത്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള അതിർത്തിയുടെ ഭൂരിഭാഗം സ്ഥലവും ഈ മഞ്ഞ് നിരകളാൽ അല്ലെങ്കിൽ ഹിമപാതം വീഴുന്ന ഒരു വലിയ ഏരിയയാണ്. വലിയ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. ഇപ്പോൾ ഈ കാശ്മീരിൽ ഭീകരർ നുഴഞ്ഞു കയറുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, മലനിരകളാണ്. ഈ കാശ്മീരിലൊക്കെ ഭീകരർ നുഴഞ്ഞു കയറുമ്പോഴത്തേനും പലരും ഇതെങ്ങനെ സംഭവിക്കുന്നു? അതൊന്നും ഒരിക്കലും അവിടെയൊക്കെ എന്ന് പറയുന്നത് നിരനിരയായിട്ട് സൈന്യത്തെ നിർത്താൻ പറ്റുന്ന ഏരിയകളൊന്നും അല്ലത്. വലിയ നിബിഡ വനങ്ങളോ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് നമുക്ക് ഈ എന്താ പറയുന്ന സൈന്യത്തിൽ പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റാത്ത. പക്ഷെ നമുക്കൊരു ആശ്വാസകരമായ അതിർത്തി ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചാബിന്റെയും ഗുജറാത്തിന്റെയും ഒക്കെ ഒരു അതിർത്തിയാണ്, മരുഭൂമിയൊക്കെ ആയിട്ട് കിടക്കുന്നത്. അത് അങ്ങനെയാണ് നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ സൗകര്യപ്രദം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഈ ബംഗ്ലാദേശിന് ഈ ആസാം വഴി വലിയ രീതിയിൽ കുടിയേറ്റം നടന്നുകൊണ്ടിരുന്നു. ഇപ്പോഴില്ലത്. ആസാമിൽ എന്താ ശരിക്കും പറഞ്ഞത് അവിടുത്തെ ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ ബംഗാളി ബ്രാഹ്മിൺസ് എന്ന് അവരെ പറയുന്നത്, അവരെ ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ട്. അവരൊക്കെ ആയിരുന്നു മറ്റേ ഇതിനെതിരെ എതിർപ്പ് വന്നത്. അതായത് ഈ പിന്നെ UUC നടപ്പാക്കുമ്പോൾ അതിനൊക്കെ എതിർപ്പ് അവർ വന്നു. കാരണം അവർ പുറത്താകുന്നവർക്ക് ഒരു ഭയമുണ്ടായി. ത്രിപുരയും ഒക്കെ ത്രിപുരയിലൊക്കെ ഇപ്പൊ ബ്ലോക്ക് ആക്കി, ആസാം ബ്ലോക്ക് ആക്കി. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് അതിനെ ഇത് ചെയ്തു. പിന്നെ എങ്കിലും ഈ പഴയ രീതിയിൽ ഇപ്പൊ വരുന്നില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, BSFന് 50 കിലോമീറ്റർ ഉള്ളിൽ കയറി ഇവരെ അറസ്റ്റ് ചെയ്യാനും, ഇവരെ നല്ല സംശയാസ്പദമായ ആളുകളെ അറസ്റ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനുമുള്ള നിയമം കൊണ്ടുവന്നത് തന്നെ അതിനാണ്. അതിനുശേഷം വലിയ ഒതുക്കുക. കാരണം ഇവന്മാർ അഥവാ കടന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ BSFന് സൈന്യത്തിന് തന്നെ നേരെ ഇവന്മാരെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. അതാണ് അവിടെ ഈ അതിർത്തിയിൽ. പിന്നെ അതിർത്തി നമുക്ക് പൂർണ്ണമായിട്ട് അടയ്ക്കാനും കഴിയില്ല ബംഗ്ലാദേശിന്. കാരണം വെച്ചാൽ നമ്മുടെ ഈ പശുക്കൾ, നമ്മുടെ കന്നുകാലികൾ, അതൊരു വലിയ ബിസിനസ്സാണ് അവിടെ. ഈ കുറച്ചു നാൾക്ക് മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അത് വളരെ കൗതുകരവും രസകരമാണ്. ഈ പശ്ചിമ ബംഗാളിൽ പോത്ത് കൃഷി ഭയങ്കര ശക്തമായിട്ട് ഈ അതിർത്തി ജില്ലകളിലൊക്കെ വ്യാപിക്കുന്നു, പോത്ത് കൃഷി. അപ്പൊ ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. കാരണം ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും 10ഉം 50ഉം 100ഉം പോത്തുകളെ മേടിച്ച് വളർത്തുക. ഇത് എന്താണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം പശ്ചിമ ബംഗാളിന്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള കർഷകർ കൂടുതലും അതിന് സമീപത്തുള്ള നദികളിലും, അതായത് ബംഗ്ലാദേശിലെ നദികളിലും അങ്ങോട്ടേക്കാണ് ഇതിനെ ഈ മേയാൻ വിടുന്നത്. എന്നിട്ട് ഈ വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഈ മേയുന്ന ഇത് ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും നമുക്ക് യൂട്യൂബിൽ തപ്പായി. ഇവരെ കടത്തിക്കൊണ്ടുവരും. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ പോത്തുകൾ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു. പോത്ത് കച്ചവടക്കാരുടെ എണ്ണം കൂടുന്നു, പോത്ത് വർദ്ധിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്കിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും പെട്ടെന്നൊരു വ്യാപാരം തുടങ്ങുമ്പോൾ നമുക്കൊരു സംശയം വരും, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങിയത്. അങ്ങനെ അന്വേഷണം ചെന്നെത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോത്തുകള് വഴി ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും മദ്യം കടത്ത് ഭയങ്കരമാണ്. അതായത് ഈ പോത്തുകളെ കൊണ്ടുപോയിട്ട് തിരിച്ച് രാത്രിയല്ല പോത്തുകളെ തിരിച്ചുകൊണ്ടിരുമ്പോൾ ഈ പോത്തിന്റെ ദേഹത്ത് താഴെ, വയറിന്റെ താഴെയും മറ്റുമൊക്കെ ഈ ചാക്കുകളിൽ ഈ മദ്യക്കുപ്പികൾ ചെറിയ ബോട്ടിൽ കെട്ടിവെച്ച് കൊണ്ടുവരികയാണ്. ഈ കർഷകരാണ് ഇത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ പോത്തുകളുടെ ദേഹത്ത് ചില മെസ്സേജുകൾ ഒക്കെ ഈ വിഘടനവാദികൾ ഒട്ടിച്ചിട്ട് വിടുന്നത്. അത് ഈ പോത്തുകൾ ഭയങ്കര ലാഭകരമായ ഒരു സ്മഗ്ലിംഗ് ഐറ്റമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ അതിന് തടയിടുകയൊക്കെ ചെയ്തു. അപ്പൊ വലിയ രീതിയിലുള്ള മദ്യക്കടത്താണ് അവിടെ മെയിൻ. മദ്യം, മയക്കുമരുന്ന്, കള്ളനോട്ടിന് ഇപ്പൊ പിന്നെ എന്തായാലും നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായി തന്നെ തടയിടാൻ ആ നോട്ട് നിരോധനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാലക്കോട്ടും ഒക്കെ എന്ന് പറഞ്ഞാല് ഈ കള്ളനോട്ടിന്റെ ഫാക്ടറികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ബാലക്കോട്ടാണ്. അത് അടിച്ചു വെച്ച നോട്ടുകളെല്ലാം തകർന്നു. അങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു വലിയ പരിധിവരെ നമ്മളോട് പരാജയപ്പെട്ടു പോയത്. ഈ ഭീകരവാദത്തിന്റെ ഇത് വന്നു. ബംഗ്ലാദേശിലും ഈ നോട്ടടി യന്ത്രങ്ങളുണ്ട്. അപ്പൊ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കാണുകയുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ബംഗ്ലാദേശിലെ ഒരു ടൗണില് എല്ലാ രാജ്യത്തിനും നോട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, സെയിം സാധനം. പക്ഷെ ഇന്ത്യയിൽ പിന്നെ അത് ചെലവാകത്തൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അതിർത്തിയിൽ ഇത്തരത്തിലുള്ളതുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിർത്തി ഷെയർ ചെയ്യുന്നുണ്ട്, പോകാതിരിക്കാനും കഴിയില്ല. തദ്ദേശീയരെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പഴയതുപോലെ ഒരു കടത്തില്ല ഇവിടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ബംഗ്ലാദേശികളെ പിടിയിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ നേരത്തെ എത്തിയ ടീമുകളുണ്ട്. അവരൊക്കെയാണ് ഈ ബംഗാളി എന്ന് പറഞ്ഞ് വരുന്നതും പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പിടിക്കുന്നതും. പക്ഷെ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇന്നലെ ഞാൻ ഞങ്ങളുടെ ബംഗ്ലാദേശിൽ നിന്ന് എത്തപ്പെട്ട ഒരുത്തനാണ്. അല്ല, അവർ ഈ കാലങ്ങളായിട്ട് ഇവിടെ താമസിച്ചിരുന്നവരാണ്. പിടിയിലാകുമ്പോഴാണ് ഇവർ ബംഗ്ലാദേശികളാണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അതേ ഉള്ളിനകത്ത് ഈ ബംഗ്ലാദേശിലെ ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ബംഗ്ലാദേശിൽ ഇപ്പൊ BJP പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത വരുന്നുണ്ട്. രണ്ടുപേരും നരേന്ദ്രമോദിക്കെതിരെയാണ്. BJP സ്റ്റേറ്റ് പ്രസിഡന്റും സുവേന്ദു അധികാരിയും തമ്മിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. അവര് പറയുന്നത്, സുവേന്ദു അധികാരി പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം നമുക്ക് ഇനി വേണ്ട എന്നാണ് പറയുന്നത്. മോദിയാണ് സ്വാഭാവികമായിട്ട് അത് കൊണ്ടുവന്നത്. ബംഗാളിന്റെ അവസ്ഥ കണ്ടില്ലേ? കാരണം ബംഗാളിൽ നമുക്ക് സീറ്റുകൾ കുറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ BJP തമ്മിലടിച്ച് മമത അവിടെ ശക്തിപ്പെട്ട് വരികയാണോ ചേട്ടാ? അവിടുത്തെ BJPയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ BJPയുടെ അണികളിൽ ഭൂരിഭാഗം പേരും CPM-കാരോ
ഇല്ലെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരൊക്കെ. നേതാക്കന്മാര് ഭൂരിഭാഗം പേരും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കന്മാർ. അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ബേസ് ആയിട്ടുള്ള അവരുടെ ഒരു അടിസ്ഥാന പ്രവർത്തകരുണ്ട്. ഈ ഉം, യഥാർത്ഥ ബി ജെ പിക്കാരൻ നമ്മൾ പറയത്തില്ലേ, അവൻ ബി ജെ പിക്കാരനാണ് നമ്മൾ ഉം. പറയും. അതെങ്ങനെ നമ്മൾ പറയുക വെച്ചാൽ ഒന്ന് ആർ എസ് എസിലൂടെ വളർന്ന, ഇല്ലെങ്കിൽ എ ബി പിയുടെ അതെ വളർന്ന, അതെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളർന്ന അവരെയാണ് നമ്മൾ ബി ജെ പിക്കാരൻ. ഇല്ലെങ്കിൽ സി പി എമ്മുകാരൻ നമ്മൾ പറയുന്നത് എന്താണ്, അവരുടെ ഉം. ബാലസംഘത്തിൽ കൂടെ ഡിവൈഎഫ്ഐ കൂടെ എസ് എഫ് ഐ കൂടെ ഒക്കെ വന്നവരാണ്. അതായത് അവരുടെ തുടക്കം മുതൽ അതിൽ പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ ആ സി പി എമ്മുകാരൻ അല്ലെങ്കിൽ ബി ജെ പിക്കാരനൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് അങ്ങനെ അവിടെ ബേസ് ആയിട്ടുള്ള കേഡർമാർ കുറവാണ്. അവരൊരു ഉം. സുപ്രഭാതത്തിൽ ഈ വന്നവരെ മുഴുവൻ കയറ്റിയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അതിൽ അണികളെല്ലാം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്, സഖാക്കന്മാർ, പഴയ സഖാക്കന്മാരാ. അപ്പൊ അവർ നിൽക്കുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ തൃണമൂലിന്റെ നേതാക്കന്മാരാ. ഇപ്പോഴും അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അവിടെ ഒരു വർഗീയപരമായ ഒരു ചേരിതിരിവ് ഉണ്ടായി. അവിടെ ഈ ഇലക്ഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോഴല്ല, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഹിന്ദുക്കൾ, അങ്ങനെ തന്നെ പറയണം, ഹിന്ദുക്കൾ ആസാമിലേക്ക് പലായനം ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു. ഇതിനെതിരെ ഈ ഉം. നരേന്ദ്രമോദി സർക്കാർ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനവധി തവണ ഈ ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഉം. ബേസ് വോട്ടായ ഈ ഹൈന്ദവ വോട്ടുകളെ ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം ഒന്നുകിൽ പ്രതിരോധിക്കാൻ കഴിയണം. കാരണം കേന്ദ്രം ഭരിച്ചിട്ട് വലിയ പവർഫുൾ ആയിട്ട് ഭരിച്ചിട്ട് മമതയ്ക്കെതിരെ നടപടി എടുക്കാത്തത് വലിയ രോഷമുണ്ട്. കാരണം ഒരുപക്ഷെ ബി ജെ പിയുടെ പോളിസിയാണ് അവർക്കെതിരെ നടപടി എടുപ്പിക്കാത്തത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കാരുകൾ പിരിച്ചുവിടപ്പെട്ടത് ബി ജെ പിയുടെ സർക്കാരുകളായിരുന്നു, ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അവരൊരു പോളിസി ഉണ്ട്, ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ആരെയും ഡിസ്മിസ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ മമതയൊക്കെ ഡിസ്മിസ് ചെയ്തിട്ട് വേണമായിരുന്നു ഇലക്ഷന് പോകാനും കാര്യങ്ങൾ. അവിടെയുള്ള പ്രവർത്തകരെ സംരക്ഷിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കഴിയാതെ വരുന്നിടത്താണ് പ്രതിഷേധം ആളിക്കത്തുന്നത്. കാരണം പലയിടത്തും ഈ മമതയുടെ ഗുണ്ടകൾ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ഈ പ്രവർത്തകർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് തിരിച്ചടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പ്രതിരോധിക്കുക എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയണമായിരുന്നു, ഇല്ല കഴിയണം. അത് കഴിയാത്തടത്തോളം കാലം ബി ജെ പി ഇനിയും അവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ബി ജെ പിയുടെ അവിടെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അവർക്ക് അങ്ങനെ ബേസ് സ്വന്തം എന്താ ബി ജെ പി ഖാർ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല, കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർ. ബാക്കിയുള്ളവരുടെ കൂടെ വന്ന അണികളാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഹൈന്ദവ സമൂഹം ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെ കൂടെ നിർത്തി സ്ട്രോങ് ആയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം എന്താണോ ബി ജെ പി ചെയ്ത് അതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ മോദി എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് മോദിക്ക് വലിയൊരു, മോദിക്കെതിരെയൊക്കെ പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ തുറന്നടിച്ച് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം തങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇനി എന്താണോ അതിന്റെ കാര്യമെന്ന് അറിയില്ല. ഈ ബി ജെ പിയുടെ പോളിസിയുടെ പ്രശ്നമാണോ, അതോ ഇനി മമതയെ വേദനിപ്പിക്കാതെ ഞാൻ നല്ലൊരു പ്രധാനമന്ത്രി എന്ന പ്രതിച്ഛായയിൽ പോകാനാണോ എന്നറിയില്ല. ഏതായാലും ക്രമസമാധാന നില ഇന്ത്യയിൽ വളരെ താറുമാറായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അവിടെ നമുക്കറിയാലോ, അവിടെ ഇ ഡിയുടെ സി ബി ഐയുടെ ഒക്കെ ഉദ്യോഗസ്ഥന്മാർ വന്ന ഓഫീസ് വളഞ്ഞ് കല്ലെറിയുകയും ഉദ്യോഗസ്ഥന്മാരെ ഉം. കത്തിക്കാനും കൊല്ലാനും നടക്കുന്ന സംഭവിക്കും വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഒരു നടപടി അതെ. എടുക്കാതെ മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം അവിടെ ബി ജെ പി ഒന്നും രക്ഷപ്പെടില്ല. ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അണികളെ സംരക്ഷിച്ച് ഉം. നിർത്താനുള്ള ഒരു സാമാന്യ മര്യാദയും കൂടെ അവർ കാണിക്കണം. കാരണം നമുക്കറിയാം ഈ സന്ദേശഗാലിലൊക്കെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ സ്ത്രീകൾ പോകുമ്പോൾ 2 പട്ടാളക്കാരെ കൂട്ടിന് വിടണ്ട, അതായത് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. ഇന്ത്യയിലാണെന്ന് ആലോചിക്കും, കാശ്മീരല്ല, ബംഗാളിലാണ് സന്ദേശഗാലി ഇല്ലേ. ഇവിടുന്നൊക്കെ ഉം. ചില ആളുകൾ പോയി അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് ആ വീഡിയോ സഹിതം വരുന്നു. അവർക്ക് എങ്ങോട്ടെങ്കിലും പോണ 2 നമ്മുടെ ജവാന്മാർ തോക്കും പിടിച്ച് നിൽക്കണം. ഉം. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റാതെ പോകുന്നിടത്താണ് ആ ഒരു വലിയ തിരിച്ചടി നേരിടുന്നത്. അത് ബംഗാൾ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ ഉണ്ടാകുന്നത്. കാണുന്നതും പറയുന്നതുമല്ല നമ്മളുടെ പല സംസ്ഥാനത്തെയും പൊളിറ്റിക്സ്. ഇവിടെ ഇരുന്ന് നമ്മൾ എ ഉം. സി റൂമിൽ ഇരുന്നിട്ട് പറയാം ഈ ഫുട്ബോളിലെ പിന്നെന്താ സ്കോർ ബോർഡ് കണക്ക് ബി ജെ പി തോറ്റുപോയി അടിച്ച് കയറണം, തിരിച്ചടിക്കണം. അതുപോലല്ല അവിടുത്തെ സാഹചര്യം. അതില്ലാത്തടത്തോളം കാലം അവിടെ ബി ജെ പി അടുത്ത കാലത്തൊന്നും വലിയ പ്രതീക്ഷ ഒന്നും വെക്കേണ്ട ആവശ്യം. ശരി, എന്തെന്നായാലും മമതാ ബാനർജി ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന ഇപ്പൊ അടപടലം ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ബംഗ്ലാദേശ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, മമതാ ബാനർജിയെ പോലെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെടണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇത് മമതാ ബാനർജിക്ക് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് ബാധകമാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകൾ നടക്കുന്നുണ്ട്. പത്മശ്രീ വരുമ്പോ കേരളശ്രീ, വിദേശകാര്യ വകുപ്പ്. ഇനിയിപ്പോ അമിത്ഷായെ ഓവർകം ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് എന്താണ് അമിത്ഷായുടെ അല്ലൊരു രാജ്യം ഏജൻസി മുഴുവനുള്ള അല്ലൊരു ഏജൻസി കൊണ്ടിരുന്നു, അന്വേഷണ ആ ഏജൻസി ഉണ്ട്, ഈ NIA പോലൊരു അന്വേഷണ ഏജൻസി. ഏജൻസി അന്വേഷണ ഏജൻസി കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആം, നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ശ്രദ്ധ ചെലുത്തുന്നില്ല. എല്ലാ യൂണിയൻ ലിസ്റ്റിലെ കാര്യങ്ങളിലാണ് നമ്മുടെ സർക്കാർ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ ആമയിഴഞ്ചാൻ തോട്
വൃത്തിയാക്കേണ്ടത് സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണ് ഇത് വരുന്നത്. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾ വൃത്തിയാക്കില്ല, അത് റെയിൽവേ വൃത്തിയാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ സ്റ്റേറ്റ് ലിസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നത് ഇതെല്ലാം സ്യൂയേജ് പരിപാടികളെല്ലാം നിങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ CAA നിയമം വന്നപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു, അത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. UAPA വരുമ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്, അത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. എല്ലാം യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം, സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല നിങ്ങൾ നോക്കിക്കോ എന്നുള്ള ആ പരിപാടി നടക്കില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മമതയുടെ ഈ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ടീച്ചർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.